എന്റെ അമ്മേ. ഈ കിളവന്മാർക്ക് ഇത് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ നാടകത്തിന്റെ കാലവും കഴിഞ്ഞു, വല്ല 13 എപ്പിസോഡ് TV സീരിയലും പിടിക്കാൻ. അതായിരുന്നെങ്കിൽ എനിക്ക് കയറി അഭിനയിക്കുകയും ചെയ്യായിരുന്നു. ഇനി അതിനകത്ത് കൂടി കയറി വൃത്തികേടാക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല, ജയേട്ടന്റെ അടുത്താ പറഞ്ഞേ. കേട്ടതിന് ആർക്കും മറുപടി പറയാം. ദേ അങ്ങനെ കയറി പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചിന്റെ മോന്തിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പോയാ താമസിയാൽ അതും സംഭവിക്കും. കേട്ടേ? നിർത്ത്. നിങ്ങൾ തമ്മിൽ തല്ലുന്ന കാണാനല്ല ഞാൻ വിളിപ്പിച്ചത്. കിളവന്മാർ മൂന്നും കൂടി നാടക സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ അതിന്റെ നാണക്കേട് നമുക്കാ. അതുകൊണ്ട് മൂപ്പിലാന്മാരെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആലോചിക്കണം. ഞങ്ങളുടെ അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബം അച്ഛൻ്റെത്. 2-1 അറിഞ്ഞിട്ടേ പിന്മാറും. ജയേട്ടന്റെ അച്ഛനല്ലേ ഇതിന്റെ ആണി. ജയേട്ടൻ വിചാരിച്ച തമ്പി സാറിന്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. ആഫീസിൽ ഈറ്റപ്പുലിയായിരുന്നെങ്കിലും വീട്ടിലെന്റെ പോയി പൂച്ചയാ. അപ്പൊ പിന്നെ ഈസി ആയല്ലോ. ജേട്ടാ ഞാൻ പോവാ. അയ്യോ, ഫ്രണ്ട്സ് ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാ. ഇവനെ കൊണ്ടൊരു വകയ്ക്ക് കൊള്ളത്തില്ല. എടാ, മുലപ്പാലിന്റെ മണം മാറാത്ത നിന്നോട് ആലോചിക്കാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ പോ. മൂപ്പിലാമ്മയുടെ നാടക ട്രൂപ്പ് കലക്കുന്ന കാര്യം ഞാൻ സതീഷുമായിട്ട് ആലോചിച്ചോളാം. സതീഷേ, ആര് പറഞ്ഞു ഇങ്ങോട്ട് എഴുന്നള്ളാൻ? ഇന്നലെ പോകുമ്പോ കാട്ടിക്കൂട്ടിയതൊക്കെ അത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ പറഞ്ഞു തന്നെ, പറ്റില്ല പറഞ്ഞാ പറ്റില്ല. എന്താ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? കുന്തം പിടിക്കും മാതിരി നിൽക്കാതെ ഇറങ്ങി പോവൂ. തമ്പി, താനല്ലേ പറഞ്ഞ ആള് ഡീസന്റ് ആണെന്ന്. ഇതാണോ ഡീസൻസി? പാട്ട് കേട്ടത് പോരെ, പോവാം. അല്ല, ഇതാര് തമ്പി സാറോ? വന്നിട്ട് ഒത്തിരി നേരായോ? ഞങ്ങൾ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയി. സാറ് വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഇരിക്കൂ ഇരിക്കൂ. 1-ാം രംഗത്തിന്റെ ക്ലൈമാക്സ് എഴുതുമായിരുന്നു. ഇളമക്കരയില്ലത്തെ അച്ഛൻ നമ്പൂരിയും ആനക്കാരൻ അച്ഛനാരുമായി ഇടയുന്നിടത്താണ് ആദ്യ രംഗത്തിന്റെ കത്തം വീഴുന്നത്. ആനക്കാരോട് അച്ഛൻ നമ്പൂരി ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ കാര്യം? സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ മോൾക്ക് ആനക്കാരന്റെ മോൻ നന്ദഗോപാലിനോട് പ്രേമം. അപ്പോ സബ്ജക്ട് അല്പം പഴയതാണല്ലേ? ഇല്ലോ നമ്പൂരി ആനക്കാരനെ കൊണ്ടെന്ന് വെച്ച് പ്രമേയം പുതിയതാ. ഉത്സവപ്പറമ്പിലും ഫൈനാൻസിലും ഒരുപോലെ ഏൽക്കുന്ന സബ്ജക്ട്. സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ റോളിലേക്ക് തമ്പി സാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കലക്കണം. ആനക്കാരൻ അച്യുതൻ നായരുടെ റോള് അല്പം റിസ്കാ. അതിന് വേറെ ആരും നോക്കണ്ട, ഞാൻ തന്നെ ചെയ്യാം. അത് കൊള്ളാം. മാഷാവുമ്പം വേഷം മാറണ്ട, ഒരു തോട്ടി കൈ തന്നാ മതിയല്ലോ. ട്രൂപ്പിന്റെ പാർട്ട്നേഴ്സാ. ഓ, തമ്പി സാറ് പറഞ്ഞിരുന്നല്ലോ, റിട്ടയർഡ് കാലാവസ്ഥാ നിരീക്ഷണവും മൃഗസംരക്ഷണവും. ചുമ്മാതല്ല, നാടകജ്ഞാനം വളരെ കമ്മിയാ. പേര് വല്ലതുമായോ? അത് പറയാൻ മറന്നു. ഊരാക്കുടുക്കുകൾ, അതാണ് പേര്. എങ്ങനെയുണ്ട്? ആദ്യത്തെ നാടകമായതുകൊണ്ട് അങ്ങനെ ഒരു പേര് വേണോ? അതെന്താ? അല്ല, അറം പറ്റുക എന്നൊക്കെ പറയാറില്ലേ? ഓ, എന്റെ തമ്പി സാറേ, നിങ്ങളൊക്കെ ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തിലാണോ ജീവിക്കുന്നത്? ഞാനിതൊരു 38 നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. എന്റെ എല്ലാ നാടകങ്ങളുടെ പേരും നെഗറ്റീവാ. ഭൂകമ്പം, ദുരന്തം, വിഷ്ണുവൃത്തം, അപസ്മാരം, അസ്ഥികൂടം, അമേദ്യം. ആ നാടകം സാറ് കണ്ടല്ലേ? അതും 375 സ്റ്റേജ് ഓടിയതാ. നമ്മുടെ ഈ സബ്ജക്റ്റിന് ഊരാക്കുടുക്കുകൾ എന്നല്ലാതെ വേറൊരു പേരിടാനില്ല. അത്രയ്ക്ക് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് നാടകത്തില്.
അത് നാടകത്തിൽ മാത്രം ഒതുങ്ങുന്നാ മതിയായിരുന്നു. ട്രൂപ്പിൽ നിങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ നാടകത്തിൽ മാത്രം ഒതുക്കുന്ന കാര്യം എനിക്ക് സംശയ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ പണം മുടക്കാൻ ഉള്ളതുകൊണ്ടാണ് നാടകവും സിനിമയൊക്കെ നിലനിൽക്കുന്നത് തന്നെ. പിന്നെ തിരുവാതിര തിയേറ്റേഴ്സിന്റെ ആദ്യ നാടകമായതുകൊണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ പേര് കേട്ടവരായിരിക്കണം. അവരൊക്കെ വലിയ വലിയ ട്രൂപ്പുകളായിരിക്കും. പക്ഷേ എന്റെ നാടകം എന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യം കാണും. എന്നാലും അവർക്ക് അഡ്വാൻസ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് സാരമില്ല. നല്ല നടികൾക്കൊന്നും നാടക ട്രൂപ്പിൽ ക്ഷാമാണെന്നറിയാലോ. ആണോ? ആണിന്റെ കാര്യമല്ല, പെണ്ണിന്റെ കാര്യം. 2-3 പേരെ അഡ്രസ് ചെയ്യാൻ തരാം. ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കാം. ആലിമ്മൂട്ടിൽ കമലത്തിന്റെ വീട് എവിടാ? ഇവിടുന്ന് കുറെ തെക്കോട്ട് പോകുമ്പോ റോഡ് സൈഡിൽ ഒരു ഓടിട്ട വീട് കാണാം. അതാ. താങ്ക് യു. വയസ്സാം കാലത്ത് കമലത്തെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നു. 50ലും ആശയി വരും. വഴി പറഞ്ഞെന്ന പയളന്തിനെ അവരാക്കിയ ചിരിയിരിച്ചേ. നാട് ചീത്തയായി പോയി. വന്ന് വന്ന് വഴി പോലും ചോദിക്കാൻ വയ്യെന്നായി. വാ പോവാം. നാണക്കേടായി പോയി. നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? ഒന്ന് പതുക്കെ പറ, സുമിത്ര എന്റെ കേക്കും. കേക്കട്ടെ. വയസ്സാം കാലത്ത് ഭർത്താവ് പെണ്ണുങ്ങളെ തിരക്കി നടക്കുന്ന കാര്യം സുമിത്രാനി അറിയട്ടെ. എന്റെ പൊന്ന് ജയമോഹന, നാടക നടി കമലത്തിന്റെ ഇവിടെ അന്വേഷിച്ചാ ഞങ്ങൾ പോയത്. ആ പേര് മറ്റേ തൊഴിലിൽ നിന്ന് ഒരുത്തി അവിടെ ഉണ്ടെന്ന് സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്ന പട്ടാപ്പകല് പോവോ? അപ്പൊ രാത്രി പോകുന്നല്ലേ? അതേലപ്പോ പോയെന്നിരിക്കും. സർക്കാർ കണക്കിലെ വയസ്സായിട്ടുള്ളൂ. മനസ്സിൽ ഇപ്പോഴും 17 നടപ്പാ. ആ പ്യൂൺ ഗോവിന്ദൻ എന്നോട് സംഗതി പറഞ്ഞപ്പോ എന്റെ തൊലിയം കുരിഞ്ഞു പോയി. അതിനെന്താ, ഉടനെ തന്നെ പുതിയ തൊലി വന്ന് നകർന്നല്ലോ. സാരമില്ല. അപ്പോ നാടക സമിതിയും കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പരിപാടി അല്ലേ? വീട് മാറി കയറിയെന്ന് വെച്ച് പ്രോജക്ട് നിർത്തേണ്ട കാര്യമുണ്ടോ ജയ? നിർത്തണ്ട. ഇനി ഇതിലും വലിയ അബദ്ധങ്ങൾ ചെന്ന് ചാടും. അപ്പൊ പഠിച്ചോളൂ. അച്ഛനോടും പറഞ്ഞുതരും. നടിയെ അന്വേഷിച്ച് നിങ്ങൾ തന്നെ പോണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നാടക മുതലാളിമാര് നടിയെ തപ്പി നടന്ന അതിന്റെ കുറച്ചില് ട്രൂപ്പിനല്ലേ. ഒരു മാനേജർ ഇല്ലാതെ ട്രൂപ്പ് നടത്താന്ന് കരുതിയോ നിങ്ങൾ? ഞങ്ങൾ ഓഫീസേഴ്സ് 3 പേരുള്ളപ്പോ അങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഫയലിന്റെ ചോട്ടിൽ 2 വാചകത്തിൽ ഒബ്ജക്ഷൻ നോട്ട് എഴുതുന്ന പോലെയല്ല നാടക സംഘാടനം. ഇങ്ങോട്ട് അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയ കിടക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ അട്ടക്കുളങ്ങര ഗസറ്റഡ് റാങ്കിൽ നിന്ന് കീഴ് ജീവനക്കാരെ കിടുകിട വിറപ്പിച്ച നമ്മളെ അയാൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അത് ശരിയാ. ഒരു ഭീകര നാടകക്കാരന്റെ മുമ്പിൽ നമ്മൾ തലകുണിക്കേണ്ട കാര്യം എന്താ? നിങ്ങളൊന്ന് അടങ്ങ്. നമ്മൾ ഭരിച്ച വകുപ്പുകൾ പോലെ അല്ലിത്. ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നമുക്ക് അല്പം തല താഴ്ത്തേണ്ടി വരും. താഴ്ത്താ അല്ലേ? എന്താ ഒരു ഗൂഢാലോചന? ട്രൂപ്പിന്റെ മാനേജരായിട്ട് നല്ലൊരു കക്ഷിയെ വെക്കാമെന്ന് പറയുമായിരുന്നു. പറ്റിയ ഒരാളെ ഞാൻ തരാം. കഴിഞ്ഞ 15 വർഷമായിട്ട് മാനേജർ പണി നോക്കുന്ന ആളാ. ബഹു മിടുക്കനാ. കറ്റാനം കുട്ടികൃഷ്ണൻ. ആള് കാലത്തങ്ങളെത്തും. എത്ര ആടേ? നമസ്കാരം. ആരാ? ഞാൻ കറ്റാനം കുട്ടികൃഷ്ണൻ. അട്ടക്കുളങ്ങര അംബുജാക്ഷൻ സാർ പറഞ്ഞിട്ട് വന്നതാ. ചെറിയാച്ചോ, അട്ടക്കുളങ്ങര പറഞ്ഞയച്ച ആള് വന്നിരിക്കണു. അയക്കപ്പെടുന്ന ആള് മിടുക്കനായിരിക്കും എന്നാണല്ലോ അട്ടക്കുളങ്ങര പറഞ്ഞത്. ഫിസിക്കൽ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് മിടുക്ക്. സാറിനെ പോലെ വെളുത്ത് ചുമന്നിരുന്നിട്ടും കാശിന് കൊള്ളത്തില്ലെങ്കിൽ എന്ത് കാര്യം? ട്രൂപ്പ് മാനേജരായിട്ട് ഇയാളെ മതിയോ അവനെക്കുട്ടാ? അതാ ഞാനും ആലോചിക്കുന്നത്. നാടകാവതരണത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നതാണല്ലോ മാനേജറുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചുവടെടുക്കലല്ലോ. ട്രൂപ്പ് മാനേജറുടെ പണിക്ക് ഈ ബോഡി ധാരാളം മതി. ഈ ബോഡി വെച്ച് ആ പണിയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ്? തിരുവാതിര തിയേറ്റേഴ്സ് തിരുമൂലപുരത്തിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കുകളിൽ ഒരമ്മ നടി ഉൾപ്പെടെ 3 നടികൾ വേണമെന്നാണ് അട്ടക്കുളങ്ങര അംബുജാക്ഷ സാറ് എന്നോട് പറഞ്ഞത്. KPSC, കാളിദാസ കലാകേന്ദ്രം, കൊച്ചിൻ സംഘമിത്ര, സൂര്യസോമ, വൈക്കം മാളവിക, ചാലക്കുടി സാരഥി. ഇതിൽ ഏതൊക്കെ സമയം നിന്ന് ഏതൊക്കെ നിന്നുള്ള പൊക്കണം സാറന്മാര് പറഞ്ഞാട്ടെ. ഈ പൊക്കലല്ലാതെ താൻ മര്യാദയ്ക്ക് വിളിച്ച നടികൾ വരില്ലേ? ഈ പൊക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നാടക ഭാഷയാണ്, അല്ലാതെ മറ്റേ പൊക്കലല്ല. അപ്പോ തന്നെ കൊണ്ട് ആ പൊക്കലിന് പറ്റത്തില്ലേ? ആ പണിയും കൂടി വെച്ചേർത്ത ചില മാനേജർമാരുണ്ട്. പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. ഇത്തിരി മെലിഞ്ഞിരിക്കുന്നു എന്ന് കരുതി ഞാനും ഒരു തറവാട്ടി പറഞ്ഞവനാ. അപ്പൊ സാറന്മാര് ട്രൂപ്പ് തുടങ്ങിയത് ഇതിനാണല്ലേ? അയ്യോ കുട്ടികൃഷ്ണ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? അല്ലേ? പിന്നെ തമാശയാണെങ്കിലും അല്ലെങ്കിലും മറ്റേ പണി ഒഴിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ഞാൻ ആത്മാർത്ഥയോടെ ചെയ്യാം. പിന്നെ സമയത്ത് പ്രധാന നടന്മാരാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കുകയും ചെയ്യാം. ഓഹോ, ഈ ദേഹത്തിനുള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടല്ലേ? പിന്നെ
എന്റെ ശക്തൻ തമ്പുരാൻ പ്രസിദ്ധമല്ലേ? ആഹാ. ആലയും അമ്പാടും. ഇനി ഒന്നും ഇനി ഒന്നും പറയണ്ട. പറയണ്ട. തന്നെ ഞങ്ങൾ ട്രൂപ്പ് മാനേജരായി നിയമിച്ചിരിക്കുന്നു.